പണ്ടൊക്കെ ഷാപ്പിലൊക്കെ പോയി കഴിച്ചിട്ടില്ലേ? പിന്നെ ഷാപ്പിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ട്. ഹായ്, എല്ലാവർക്കും കല്ലറയുടെ കലവറയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരു അടിപൊളി മൺചട്ടിയുമായിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. ഈ മൺചട്ടി നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, കല്ലറയുടെ കലവറ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു സമ്മാനമാണ് ഒരു മൺചട്ടി. ഒരു ഫുഡ് ചാനൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏറ്റവും വിലപ്പെട്ട ഒരു സമ്മാനം തന്നെയാണ് ഒരു മൺചട്ടി എന്ന് പറയുന്നത്. അതും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചങ്ങാതി വിനോദാണ് കൊണ്ട് തന്നിരുന്നത്. അപ്പോൾ അന്ന് ആ ഒരു കൊണ്ടുവരുന്നത് വീഡിയോ ഷൂട്ടിങ്ങിനിടയിലാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ ചട്ടിയിൽ നമ്മളൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കിക്കൊണ്ടായിരിക്കും ഈ ചട്ടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി മീൻകറിയാണ്. മീൻകറി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഷാപ്പ് സ്റ്റൈലിൽ ഒരു മീൻ മുളക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഷാപ്പിലെ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ ചൂര മീനാണ്. നമ്മുടെ ഇവിടേക്ക് ഇതിന് ചൂര എന്നാണ്, പല നാടുകളിൽ പല പേരായിരിക്കണം പറയുന്നത്. എന്നിരുന്നാലും നമുക്ക് മീൻ ആദ്യം തന്നെ നല്ലതുപോലെ വെട്ടി അതിനെ ക്ലീൻ ചെയ്തെടുക്കണം. അതൊരു ജോലിയാണ്. നമ്മളത് ആദ്യം അത് തന്നെ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ മീനെല്ലാം നല്ലതുപോലെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളതിനെ ചെറിയ പീസുകളായിട്ട് മുറിച്ച് എടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ തീരെ ചെറിയ പീസുകളായിട്ടല്ല കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു മീഡിയം സൈസ് പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഈ ഒരു പരുവത്തിനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം നമുക്കൊരു 4 വെള്ളമെങ്കിലും നല്ലതുപോലെ ഇതിനെ കഴുകി എടുക്കണം. ആ മീനിൻ്റെ ഒരു പ്രത്യേക സ്മെല്ല് മാറുന്നത് വരെ നമ്മളതിനെ കഴുകിയെടുക്കണം. അപ്പോൾ മീനെല്ലാം വെട്ടി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ഏകദേശം 1 കപ്പ് കിട്ടത്തക്ക രീതിയിലുള്ള ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പച്ചമുളകാണ്. ഒരു 5ഓ 6ഓ പച്ചമുളക് നമ്മൾ നെടുകെ കീറി അതും എടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ഇനി ആവശ്യം എന്ന് പറയുന്നത് തക്കാളിയാണ്. തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി 2ഓ 3ഓ എണ്ണോ ഒക്കെ എടുക്കുക. ഞങ്ങളിവിടെ 2 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കുടംപുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നോക്കാം. നമ്മുടെ പഴയ ലൊക്കേഷനാണ്. ആ പാറയൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ മുൻപ് വീഡിയോയിലൊക്കെ കാണിച്ചിരുന്ന ലൊക്കേഷനാണ്. കുറച്ച് നാളായി നമ്മളിങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഴയ നാടൻ കല്ലുകൊണ്ടൊക്കെ ഒരു അടുപ്പൊക്കെ ഉണ്ടാക്കി അതിൽ തീയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമ്മളെ മൺചട്ടി നമുക്ക് ഈ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മൺചട്ടിക്കടിയിൽ ആദ്യമായിട്ട് തീ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ചട്ടിയെല്ലാം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ മീൻകറിയൊക്കെ ഉണ്ടാക്കണമെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് കുറച്ച് കടുകൊക്കെ ഇങ്ങോട്ട് പൊട്ടിക്കാം. അപ്പോൾ പുതിയ ചട്ടിയാണ്, അതിൻ്റെ ഒരു കടുകൊക്കെ ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില, നാടൻ കറിവേപ്പിലയും വറ്റൽമുളക് കൂടെ ഇട്ട് ഒന്ന് മൂപ്പിക്കാം. അപ്പോഴേക്ക് തന്നെ നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും പച്ചമുളക്, നമ്മൾ 6 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ആ പച്ചമുളകൊക്കെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാടൻ ഇഞ്ചിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ഇഞ്ചി കുറച്ചെടുത്തിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയാണ് നമ്മളിപ്പോൾ അതുകൂടെ ചേർത്ത് വഴറ്റാം. പിന്നെ നമ്മുടെ ഈ മീൻ കറിക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ ആ ഉപ്പ് നമുക്ക് ഇപ്പോൾ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഉള്ളി വളരെ പെട്ടെന്ന് തന്നെ വഴണ്ട് റെഡിയായി വരും. അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ചെറിയ ഉള്ളി നമ്മൾ വളരെ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി വരും. അപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവം മതിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. പൊടി നമ്മൾ കാശ്മീരി ചില്ലിയുടെ പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർത്ത് ഈ 3 പൊടികളൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ ഈ എണ്ണയിൽ നമ്മൾ ഡ്രൈ ആയിട്ട് മൂപ്പിച്ച് എടുക്കുകയാണ്. പൊടികളെല്ലാം മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളി കൂടെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ അതുമായിട്ട് ചേർത്ത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തു. ആ പൊടിയുടെ കളറൊക്കെ മാറി ഒരു ഡാർക്ക് റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും ഏകദേശം ഒന്ന് വഴണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും
ഇനി നമുക്കിതിലേക്ക് പുളിയാണ് ചേർക്കുക. നമ്മൾ കുടംപുളി ഒരു 30 ഗ്രാമോളം പുളി ഉണ്ടായിരുന്നു, അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അതുകൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ പുളി വെള്ളവും നമ്മൾ ചേർത്തിരിക്കുന്ന പൊടിയും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ലതുപോലെ തിളച്ച് അതിൽ ആ എണ്ണ തെളിയുന്ന ആ ഭാഗം വരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നത്. നമ്മുടെ മീൻകറിക്ക് ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളവും ചേർക്കാം, നമ്മൾക്ക് പച്ചവെള്ളമാണെങ്കിൽ അതും ചേർക്കാം. ചേർത്ത് നമ്മൾ നല്ലതുപോലെ തിളപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇതിനെ കുറച്ച് സമയം അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിക്കണം. അപ്പോൾ നമ്മുടെ പാറപ്പുറത്താണ് നമ്മൾ അടുപ്പെല്ലാം, അങ്ങനെ അടുപ്പിൽ നല്ല തീയിൽ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 ഐറ്റം പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു 2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയുടെ ഫ്ലേവറൊക്കെയാണ് ഈ മീൻകറിയിൽ കൂടുതലായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ കുരുമുളക് പൊടി കൂടെ നമ്മൾ ഇപ്പോഴേ ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. അപ്പോൾ ആ അരപ്പ് കൂടെ നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ വെട്ടി കഴുകി റെഡിയാക്കി വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങളും ആ മീനിൻ്റെ തലയും എല്ലാം നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കഷ്ണങ്ങളെല്ലാം മീനിൻ്റെ പീസുകളെല്ലാം നമുക്ക് മീൻ കറിയിലേക്ക് തന്നെ താഴ്ത്തി വയ്ക്കണം. മുകളിൽ ആവാതെ നമുക്ക് കറികളിലേക്ക് താഴ്ത്തി വയ്ക്കാം. താഴ്ത്തി വെച്ചതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ച് വയ്ക്കാം. 2-3 കറിവേപ്പില കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറു തീയിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വറ്റി വരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെറിയ തീയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് ഉപ്പെല്ലാം പാകമാണോ നോക്കണ്ടേ. കറക്റ്റാണ്, ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ ചെറിയ തീയിൽ കിടന്ന് ഇതൊന്ന് വറ്റി റെഡിയാകും. നമുക്ക് അവസാനമായിട്ട് കുറച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണയോളം നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒഴിച്ച് കുറച്ച് നാടൻ കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്ക് ഈ അടുപ്പിൽ തന്നെ ഇട്ടിരിക്കാം. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ സെർവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റെഡിയാണ് നമ്മുടെ, കണ്ടില്ലേ, നമ്മളെ ഷാപ്പ് സ്റ്റൈൽ ചൂരക്കറി, അടിപൊളി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, ആ മൺചട്ടി ആയതുകൊണ്ടാണ് അതിൻ്റെ തിള ഇപ്പോഴും നമ്മൾ അടുപ്പിൽ നിന്നൊക്കെ മാറ്റിയിരിക്കുകയാണെങ്കിലും ആ തിള ഇപ്പോഴും ഉണ്ട്. ആ മൺചട്ടി നല്ല ചൂട് നിൽക്കുന്ന ചട്ടിയാണ്. അപ്പോൾ നമ്മുടെ ഷാപ്പ് സ്റ്റൈലിലെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അത് കപ്പയാണ് നമുക്ക് ഇതിനും കോമ്പിനേഷനായിട്ട് എടുത്തിരിക്കുന്നത്, കപ്പയും ഷാപ്പിലെ മീൻ കറിയും അതാണ്. അപ്പോൾ നമുക്ക് ഈ മീൻ കറി ഞങ്ങളുടെ കോരി നല്ല വെന്ത കപ്പയിലേക്കാണ് നമ്മൾ വയ്ക്കുന്നത്. തല പീസ് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രേവി കൂടെ കോരി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഇപ്പോൾ ഷാപ്പ് കറി ആകുമ്പോഴത്തേക്ക് ഇത്തിരി മീൻ കറി ഗ്രേവിയൊക്കെ കുട്ടിയാണ് സാധാരണ ഷാപ്പിലെ കറി വരാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം. ആഹാ, സൂപ്പറായിട്ടുണ്ട്. ആ കുടംപുളിയുടെ ആ പുളിയും മറ്റേ മുളകിൻ്റെ എരിയും എല്ലാം കൂടെയൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. കപ്പ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ തലയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗവും നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്കിതുപോലെ നടർത്തി ഒന്ന് നോക്കാം. ഉണ്ടല്ലേ, അപ്പോൾ ഞാൻ മുമ്പേ കഴിച്ച് നോക്കിയതേ ഉള്ളൂ. എല്ലാവരും ഉണ്ട് കഴിക്കാനായിട്ട്, അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഇതൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. കഴിച്ചു നോക്കിയാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. പണ്ടൊക്കെ ഷാപ്പിലൊക്കെ പോയി കഴിച്ചിട്ടില്ലേ? അതുപോലെ ഉണ്ടാന്ന് നോക്കി കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നു. ആദിലക്ഷ്മി വരണം. ആദിലക്ഷ്മി, ആദിലക്ഷ്മി
കഴിച്ചു. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷാപ്പിലെ മീൻകറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മീൻകറി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ലേ? അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ റെസിപ്പിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. അതുപോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഇനിയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരും. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സ്നേഹപൂർവ്വം കല്ലറയുടെ കലവറ. ബൈ ബൈ.